രഘു ഇല്ലാതെ ഈ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അമ്പിളി. എന്നെ ഓർത്തിട്ടെങ്കിലും നീ അവനോടൊന്ന് വരാൻ പറയണം. അച്ഛനെ മാത്രമല്ല ചേച്ചി, എന്റെ മോനെ ചേച്ചി ഓർക്കണം. ഞങ്ങൾ ഇത്രയും ദിവസം നോക്കിയത് ചേച്ചിയല്ലേ. അപ്പൊ മോന്റെ പേരില് ഈ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങ് നമുക്ക് സന്തോഷമായിട്ട് നടത്തണ്ടേ ചേച്ചി? അച്ഛനും നീയൊക്കെ പറയുന്നത് കേട്ടാ രഘുവേട്ടനെ ഞാനിവിടെ ഇറക്കി വിട്ടതാണെന്ന് തോന്നുമല്ലോ. എന്നെ ശല്യം ചെയ്തതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പേരില് ഇറങ്ങിപ്പോയത് ആ മനുഷ്യനല്ലേ. ഞാനുമായിട്ടുള്ള പ്രശ്നത്തിന് ഈ വീടും നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവേണ്ട കാര്യം അങ്ങേർക്കില്ലല്ലോ. മോളെ, നിന്റെ ഈ വാക്കുകളിൽ തന്നെ രഘുവിനോടുള്ള അകൽച്ചയും അവഗണനയൊക്കെ വ്യക്തമാണ് അമ്പിളി. ആ മനുഷ്യൻ, അങ്ങേര്, ഇങ്ങനെയൊക്കെയാണോ ഭർത്താവിനെ വിളിക്കുന്നത്? അവനൊരു തെറ്റ് സംഭവിച്ചു പോയി, സമ്മതിച്ചു. പക്ഷേ അതവൻ തിരുത്താൻ തയ്യാറായാൽ ക്ഷമിക്കാനുള്ള മനസ്സ് നിനക്കും കാണിച്ചുകൂടെ അമ്പിളി? മോളെ അമ്പിളി, ഇത് ജീവിതമാണ്, മത്സരമല്ല. ഒരു കുടുംബം ജയിക്കാൻ വേണ്ടത് വാശിയല്ല, ക്ഷമയാണ്. നിന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും രഘുവിനോട് ക്ഷമിക്കാനുള്ള മനസ്സ് നീ കാണിക്കണം മോളെ. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കാം.